ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സായി 2011 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. അതിനായിട്ട് കുറച്ച് സവോള, പച്ചമുളക് മുറിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു കടായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ആവശ്യത്തിന് കറിവേപ്പിലയും ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള നല്ലതുപോലെ വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. നല്ലതുപോലെ ഇളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച സ്മെൽ പോകുന്നത് വരേക്കും നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു തക്കാളി, ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചത് അത് നല്ലതുപോലെ ഇതിനോടൊപ്പം ഇളക്കാം. അത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. അതിന് ആദ്യം ചിക്കൻ മസാല, ആവശ്യത്തിന് ചിക്കൻ മസാല, അടുത്തത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി. പൊടികളുടെ എല്ലാം പച്ച സ്മെൽ മാറുന്നതുവരേക്കും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിൽ അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിരിച്ചും മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങി. ഈ വെള്ളമെല്ലാം ഡ്രൈ ആക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 നിമിഷം മൂടി വയ്ക്കാം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാം. സ്റ്റൗ ഓഫാക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.